ഗോപിക GP കല്യാണം അടിച്ചുപൊളിക്കുവാൻ മുൻപന്തിയിൽ നിന്ന കക്ഷിയാണ് ഗോപികയുടെ അനിയത്തി കീർത്തന. ഗോപികയെപ്പോലെ തന്നെ GPയുടെ അനിയത്തിക്കുട്ടിയായി പുതിയ കുടുംബത്തിലേക്ക് കീർത്തനയും പ്രവേശിച്ചു കഴിഞ്ഞു. പെണ്ണുകാണൽ തുടങ്ങിയ നാൾ മുതൽ GPയും ഗോപികയും തമ്മിലുള്ള അടുപ്പം വളർന്ന ഓരോ ഘട്ടത്തിലും ചേച്ചിക്കൊപ്പം ഉണ്ടായിരുന്നത് കീർത്തനയായിരുന്നു. ഇന്നും ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ചങ്കു പറിച്ചെടുക്കുന്ന വേദനയിലാണ് കീർത്തന ചേച്ചിയെ പട്ടാമ്പിയിലേക്ക് യാത്രയാക്കുന്നത്. എങ്കിലും ആ സന്തോഷകരമായ മുഹൂർത്തം ആഹ്ലാദഭരിതമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഗോപികയുടെ മാതാപിതാക്കളും അനിയത്തിയും ഉള്ളത്. അതിനിടെ ശ്രദ്ധ നേടുകയാണ് കീർത്തനയുടെ വിവാഹ ഗെറ്റപ്പ്. ചുവന്ന പട്ടുസാരിയിൽ മെറൂൺ കല്ലുകൾ പതിച്ച് മനോഹരമായി ഡിസൈൻ ചെയ്ത സാരിയാണ് കീർത്തന ഉടുത്തിരിക്കുന്നത്. കൈനിറയെ ചുവന്ന കുപ്പിവളകളും മനോഹരമായ നെക്ലേസും അരപ്പട്ടയുമൊക്കെ ആഭരണങ്ങളായി ചേർത്ത് ചേച്ചിക്കൊപ്പം തന്നെ അനിയത്തിയും വിവാഹവേദിയിൽ തിളങ്ങുകയാണ്. രാവിലെ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴും കീർത്തനയുടെ വസ്ത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എല്ലാവരും സെറ്റ് സാരിയിലും മറ്റും ഒരുങ്ങിയപ്പോൾ മെറൂൺ നിറത്തിലുള്ള ക്രോപ്പ് ടോപ്പ് ലാച്ചയിലാണ് കീർത്തന എത്തിയത്. അതേ വസ്ത്രത്തിൽ തന്നെ വിവാഹവേദിയിലേക്കും എത്തുമെന്ന് കരുതിയവർക്ക് മുന്നിൽ അതീവ സുന്ദരിയായാണ് വേഷം മാറി വീണ്ടും കീർത്തന എത്തിയത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഗോപിക GP വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത്. തികച്ചും സ്വകാര്യമായി നടത്തിയ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിലേറ്റവും ശ്രദ്ധ നേടിയത് താലികെട്ടിനിടെ ഗോപികയുടെ അനിയത്തി വിതുമ്പിക്കരഞ്ഞ കാഴ്ച തന്നെയാണ്. വിവാഹ നിശ്ചയത്തിനിടയിലും കീർത്തന കരഞ്ഞിരുന്നു. അന്ന് ചേച്ചിയും ചേട്ടനും ഒരുമിച്ച് കൈകോർത്ത് നടന്നു വരുന്നത് കണ്ട സന്തോഷമാണ് കണ്ണീരായി പുറത്തേക്ക് വന്നത് എന്നാണ് കീർത്തന പറഞ്ഞത്. എന്നാൽ ഇന്ന് ചേച്ചി സുമംഗലിയാകുന്ന കാഴ്ച കണ്ടാണ് കീർത്തന പൊട്ടിക്കരഞ്ഞുപോയത്. തൃശൂർ ഇരവിമംഗലത്തെ പുഴയോരം ഗാർഡൻസിൽ രാജകീയമായ വിവാഹ റിസപ്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. രാജകൊട്ടാരത്തിന് മുന്നിലെന്ന പോലെ അലങ്കരിച്ച മണ്ഡപത്തിനു മുന്നിൽ സർവ്വ പ്രൗഢിയോടും കൂടി നിന്ന് അതിഥികളെ സ്വീകരിക്കുകയാണ് GPയും ഗോപികയും. അതിഥികളുടെ വലിയ തിരക്കിനിടയിലും എത്രയും പെട്ടെന്ന് ചടങ്ങുകൾ പൂർത്തീകരിക്കാനുള്ള ഓട്ടത്തിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം. നടന്മാരായ ഇടവേള ബാബു, ശരത് ദാസ്, നടി ബിന്ദു പണിക്കരും സായ്കുമാറും, നടി സരയുവും ഭർത്താവും, നടൻ ജയസൂര്യയും ഭാര്യയും, അനുശ്രീ, ശിവദ, സ്മിനു സിജോ, അപ്സര, ഭർത്താവ് ആൽബി ഫ്രാൻസിസ്, രാജീവ് പരമേശ്വരും ഭാര്യയും, അവതാരക ജുവൽ മേരി, മുൻ MLA VT ബൽറാം, യൂട്യൂബർമാരായ സഞ്ജു ലക്ഷ്മി, മീത് മിരി തുടങ്ങിയവരെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. 3 ദിവസം മുന്നേ ആരംഭിച്ച കല്യാണ തിരക്കിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. തൃശൂരിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി സദ്യയും കഴിച്ച ശേഷം GPയുടെ പട്ടാമ്പിയിലെ വീട്ടിലേക്കാണ് വധൂവരന്മാർ ഇന്ന് മടങ്ങുക. വിവാഹം കഴിഞ്ഞ് കൃത്യമുഹൂർത്തത്തിൽ തന്നെ വീട്ടിൽ കയറാനുള്ള എളുപ്പത്തിലാണ് തൃശൂരിൽ വെച്ച് വിവാഹം നടത്തിയതും. അതേസമയം വധൂവരന്മാരെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും GPയുടെ വീട്ടിൽ പൂർത്തിയായി കഴിഞ്ഞു.